എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു കിച്ചടിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വെണ്ടയ്ക്ക വെച്ച് കിച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കിച്ചടി വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. വളരെ കട്ടി കുറച്ച് തന്നെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഈ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. ഒരു 1/2 കിലോ വെണ്ടയ്ക്കയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കിച്ചടി തയ്യാറാക്കുന്നത്. വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് പച്ചമുളകാണ്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. നമ്മളിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും വെണ്ടയ്ക്ക അരിഞ്ഞ പോലെ തന്നെ കനം കുറച്ച് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളകും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും പച്ചമുളകും അങ്ങനെ റെഡി. ഇനി അടുത്തായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക് കൂടി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി കടുക്. ഇത്രയും എടുത്തതിന് ശേഷം അതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടണം. കടുക് ചേർത്ത് അരയ്ക്കുന്നതാണ് കിച്ചടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് നല്ല തൈരാണ്. നല്ല കട്ട തൈര് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം തൈരൊന്ന് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് പാകത്തിനൊന്ന് വറുത്തെടുക്കാം. വെണ്ടയ്ക്കയുടെ പച്ചനിറമെല്ലാം ഒന്ന് മാറി നല്ലൊരു ഗോൾഡ് കളർ ആകുവോളം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതാ നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് വെണ്ടയ്ക്കയെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്കയെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. വെണ്ടയ്ക്കയെല്ലാം ആദ്യം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി പച്ചമുളക് കൂടി ഒന്ന് വറുത്തെടുക്കണം. വെണ്ടയ്ക്ക വറുത്തെടുത്ത പോലെ തന്നെ പച്ചമുളകും പാകത്തിനൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പച്ചമുളകും പാകത്തിന് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്കയും പച്ചമുളകും അങ്ങനെ പാകത്തിന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയും പച്ചമുളകും കോരി മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ അരപ്പ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. വളരെ വെള്ളം കുറച്ചാണ് നമ്മൾ അരച്ചിട്ടുള്ളത്. ഇതാ എണ്ണ എങ്ങനെ പാകത്തിന് ചൂടായി തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ പാകത്തിനുള്ള വെള്ളവും കൂടി ഈ അരപ്പിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. കിച്ചടി എപ്പോഴും നമുക്കൊന്ന് കുറുകിയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട.
ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ആറാനായിട്ടൊന്ന് വെക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് വെണ്ടയ്ക്കയിൽ മിക്സായി കിട്ടത്തുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ ചൂടാറാകാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തൈരാണ്. അത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കിച്ചടി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൽ ഭയങ്കര നഷ്ടമായിരിക്കും. നല്ല അടിപൊളി കിച്ചടിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.